ഹായോ. നമുക്കുണ്ടല്ലോ എല്ലാവർക്കും വേണ്ടത് ഒരു പുഷാണല്ലോ. ചില കാര്യങ്ങൾ ചെയ്യാൻ ഒരു സപ്പോർട്ട്, ഒരു ഒരു എൻകറേജ്മെൻറ്റ്, ഒരു മോട്ടിവേഷൻ അത് കിട്ടിക്കഴിഞ്ഞാൽ സക്സസ് ആവുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ആർക്കൊക്കെ അത് വേണ്ടത്. ചിലപ്പം മറ്റുള്ളവർക്ക് അത് വെറും ഒരു ബോറിങ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന പോലെ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ അല്ലാണ്ട് അത് നമ്മുടെ ഒരു മോട്ടിവേഷൻ, നമ്മുടെ ഒരു വാക്ക്, ഒരു എൻകറേജ്മെൻറ്റ് അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനനുസരിച്ച് വർക്ക് ചെയ്യും, ഹാർഡ് ചെയ്യും. ആൻഡ് വൺസ് ദ റീച്ച് എ സക്സസ് നമ്മൾ റിമെമ്പർ ചെയ്യുക, നമ്മൾക്ക് ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊണ്ട് തരിക എന്നൊക്കെ പറയുന്നത്, ദിസ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ആക്ച്വലി. ഞാൻ ഇന്നലെ ഇത് കിട്ടിയപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. സോ ദിസ് ഈസ് ആക്ച്വലി ഫ്രം മൈ ഫ്രണ്ട്. നമ്മൾ ആദ്യം മീറ്റ് ചെയ്തത് 2014 ഇൻ മുംബൈ ഗോദ്രേജ് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. സോ അപ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണുന്നത് കേട്ടോ. ഷി വാസ് വെരി ബ്രില്യൻറ്റ്. ഭയങ്കര നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ വെരി സ്മാർട്ട് ആൻഡ് ലാംഗ്വേജ് ഈസ് എക്സെപ്ഷണൽ. അപ്പോൾ സിൻസ് ദെൻ ഐ വാസ് ടെലിങ്, ബിക്കോസ് ഞാൻ അപ്പോൾ തൊട്ടാണ് ഞാൻ IELTS പഠിക്കാൻ തുടങ്ങിയത് UK വരാൻ വേണ്ടിയിട്ട്. സിൻസ് ദെൻ ഐ വാസ് പുഷിങ് ഹെർ ടു ട്രൈ IELTS, ടു കം ഓവർ ടു UK. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ലൈക്ക് 2018 ഐ വാസ് സക്സസ്ഫുൾ ഇൻ ദ എക്സാംസ് ആൻഡ് ഇൻ്റർവ്യൂസ്. അങ്ങനെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് 2018 ഞാൻ UK വന്നു കേട്ടോ. സോ UK വന്നപ്പോൾ തൊട്ടും വി വർ ഇൻ കോൺടാക്ട്. ഓക്കെ, നമ്മളിപ്പോൾ വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വി വർ ഇൻ ടച്ച്. And since then also I was just encouraging her, okay, you also give the exam, you have the potential, I don't know why you are like holding yourself back and not trying for the exams and on. അപ്പോൾ ഞാൻ പറയായിരുന്നു കേട്ടോ. സോ യെസ്, ഇവൻച്വലി ഷീ ഡിഡ് ദ എക്സാം ആൻഡ് ഷീ ഡിഡ് ദ ഇൻ്റർവ്യൂ. ആൻഡ് അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിലോട്ടാണ് അവർ വന്ന് എന്ന് മാത്രമല്ല, വന്നപ്പം ഷീ വാസ് എ ബാൻഡ് 4 എന്ന് അവർ OSCE എക്സാം ക്ലിയർ ചെയ്തിട്ട് ബാൻഡ് 5 ആയി. ബാൻഡ് 5 നിന്ന് സിൻസ് ഇൻ എ നിയർ ടൈം അവരെ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ബാൻഡ് 6 ആയി. ആൻഡ് കറൻ്റ്ലി ഷീ ഈസ് എ ബാൻഡ് 7 വിച്ച് ഈസ് എ വാർഡ് മാനേജർ പോസ്റ്റ്. അപ്പം ത്രൂ ഔട്ട് ദിസ് ജേർണി, ഓരോ സ്റ്റെപ്പിലും ഓരോ ഇൻ്റർവ്യൂവിലും ഷി വാസ് അപ്രോച്ചിങ് മീ. ഐ വാസ് ഗിവിങ് സം ടിപ്സ് ആൻഡ് സജഷൻസ്, എങ്ങനെയാണ് ഓരോ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്നത്, ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ, ബിക്കോസ് ഐ ഹാഡ് എ ലിറ്റിൽ മോർ എക്സ്പീരിയൻസ്. ഇപ്പം ഷീ ഈസ് ഇൻ എ ഹയർ പോസ്റ്റ് ദൻ മീ. ഐ എം സോ വെരി മച്ച് എക്സൈറ്റഡ് ആൻഡ് പ്രൗഡ് അബൌട്ട് ഇറ്റ്. യുനോ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓക്കെ എന്നെക്കാളും മുകളിലെത്തിയല്ലോ അതുകൊണ്ട് അങ്ങനെയല്ല. ഐ എം റിയലി പ്രൗഡ്. നമ്മുടെ ഒരു സപ്പോർട്ടും ഒരു പുഷും ഉള്ളത് കൊണ്ട് ഒരാൾ സക്സസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ജസ്റ്റ് ഇൻക്രെഡിബിൾ. അപ്പോൾ അവർ കണ്ടു, അവർ സംസാരിക്കും, അവർ എപ്പോഴും അത് നമ്മളെ എന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ലൈക്ക് ഓക്കെ ശ്രീ നീ പുഷ് ചെയ്തിട്ടാണ് ഞാൻ IELTS ഫോലോ ചെയ്ത് തന്നെ ഇങ്ങോട്ട് വരാനും. ദെൻ ഷി ഓൾസോ ബ്രോട്ട് ഹർ ഫാമിലി ആൻഡ് ഷീസ് ഹാപ്പിലി ലിവിങ് വിത്ത് ഹസ്ബൻഡ് ആൻഡ് കിഡ്സ്. സോ യെസ്, കഴിഞ്ഞ മൺഡേ ആണ് അവർ വാർഡ് മാനേജറായിട്ട് ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് അവരുടെ ഒരു ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ, എവറിത്തിങ് ഇസ് ദെയർ. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഞാൻ കൊടുത്തൊരു സപ്പോർട്ടും അവർ ഈ ഒരു സമയത്ത് അത് ഓർത്ത് അതിൻ്റെ അടുത്ത് വന്ന് എന്നോട് ജസ്റ്റ് ഫോർ ഒരു സിമ്പിൾ ഒരു എന്താ പറയുക, ഹൗ ഡു യു സേ ദാറ്റ്, ലൈക്ക് ഒരു ടോക്കൺ ഓഫ് ലവ് ഓർ ഗ്രാറ്റിറ്റ്യൂഡ്. സോ അതുകൊണ്ട് അവർ വന്നപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു വേർഡാണ് കൈൻഡ്നെസ് ഈസ് ഗോൾഡൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ദാറ്റ് ആർ സം മോർ ഗുഡീസ് ഇൻസൈഡ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ തോട്ട്ഫുൾ ഗിഫ്റ്റ് ഓൾസോ. സോ ഞാനിവിടെ ഒരു എഡ്യൂക്കേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ലോട്ട് ഓഫ് യൂസ്ഫുൾ സ്റ്റഫ് ഇൻസൈഡ്. അപ്പം നമ്മുടെ ആ ഒരു കൈൻഡ്നെസ്, നമ്മുടെ ആ ഒരു സ്നേഹം, ഒരു കരുതൽ. അപ്പോൾ സിൻസ് എവർ ഞാൻ ഒബ്വിയസ്ലി എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്, എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി ഐ എൻകറേജ് ദം, മോട്ടിവേറ്റ് ദം to be better in their life. കാരണം never get stuck in one position, always grab all the opportunities. എനിക്ക് ഇതിപ്പോൾ കാണുന്ന എല്ലാവരോടും എനിക്ക് അങ്ങനെ പറയാനുള്ളത്, never get stuck in a comfortable safe zone. Grab all the opportunities and grow in your professional and also become irreplaceable എന്നുള്ളതാണ്. നമ്മൾ പോയാലും ഓക്കെ നമ്മളുടെ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യണം എന്നുള്ളവരാണ്. അല്ലെങ്കിൽ എവറിബഡി ഈസ് റീപ്ലേസബിൾ ഇൻ ദിസ് വേൾഡ്. പക്ഷേ the impact that you create in a particular post or position or as a role in your life also, അല്ലെങ്കിൽ being as a friend, ഏത് ഫീൽഡിലാണെങ്കിലും wherever you go just be irreplaceable. So that is what I tell people. Okay, just put your stamp. Okay,
create a benchmark, especially when in this stage, like നമ്മളൊരു career ഒന്ന് settle ആവുന്ന ഒരു stage ഒക്കെ ആണല്ലോ. So ആ ഒരു ടൈമിൽ definitely yes, you have to give the best, work hard for it, and just be irreplaceable. That's what I say. And also, once again, thank you to my lovely friend who made, she really made my day. Seriously. So that was that.